ഗസയിലും തെക്കൻ ഗസയിലും ഇസ്രായേൽ സേനയും ഹമാസും തമ്മിൽ കനത്ത തെരുവ് യുദ്ധം തുടരുകയാണ്. ഹമാസിന്റെ സൈനിക ശക്തി ഏറെക്കുറെ നശിപ്പിച്ചു കഴിഞ്ഞെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഖാൻ യൂനുസ്, റഫ എന്നിവിടങ്ങളിൽ വ്യാപക ആക്രമണത്തിനും ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ട്. പ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞുപോകാൻ സൈന്യം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MCA നാസറാണ് ദുബായിൽ നിന്ന് ചേരുന്നത്. നാസർ, ഈ പ്രധാനമായിട്ടും വടക്കൻ ഗസ കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത്. ഒരു 9 മാസത്തോളമായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധം അതിങ്ങനെ കരത്ത് നിൽക്കുമ്പോൾ ഇസ്രായേൽ പറയുന്നത്, പ്രധാനമന്ത്രി പറയുന്നത് ഏകദേശം തങ്ങൾ ഹമാസിന്റെ സൈനിക ശക്തിയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. നിലവിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? എങ്ങനെ കരുതണം ഇസ്രായേലിന്റെ ഈ പ്രതികരണത്തെ? ഫർഷ, ഏതാണ്ട് 9 മാസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സൈനികമായിട്ടുള്ളൊരു വിജയം വ്യക്തമാക്കാനോ അല്ലെങ്കിൽ സൈനിക വിജയം അവകാശപ്പെടാനോ ഇസ്രായേലിന് സാധിക്കുന്ന ഒരു സാഹചര്യം ഇനിയും രൂപപ്പെട്ടിട്ടില്ല. കാരണം വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഗസയുടെ എല്ലാ ഭാഗങ്ങളിലും, മധ്യ ഗസയാവട്ടെ, വടക്കൻ ഗസയാവട്ടെ, തെക്കൻ ഗസയാവട്ടെ ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ ആക്രമണം നടത്തി അവിടുത്തെ ഹമാസിൻ്റെ സൈനിക ശക്തിയെ പൂർണ്ണമായിട്ടും തങ്ങൾ അമർച്ച ചെയ്തു എന്ന് അവകാശപ്പെട്ട ഖാൻ യൂനിസിൽ നിന്നാണ് ഏതാണ്ട് 20 റോക്കറ്റുകൾ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ അയക്കാൻ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ട് ഇപ്പം നെതന്യാഹു ഇത് പറയുന്ന ഒരു ഘട്ടത്തിൽ പോലും സൈനിക നേതൃത്വം പോലും ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഹമാസ് എന്ന ഈ ഒരു പ്രതിരോധ സംഘടനയെ അല്ലെങ്കിൽ അത്തരമൊരു സംവിധാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എളുപ്പമല്ല. അതൊരു സ്വാഭാവികമായിട്ടും ഒരു ഐഡിയോളജിയാണ്. അതിനെ നീക്കം ചെയ്യണമെങ്കിൽ മറ്റ് ചില നീക്കങ്ങൾ കൂടി, രാഷ്ട്രീയ തലത്തിലുള്ള സമീപനങ്ങൾ കൂടി വേണമെന്ന് പറയുന്നത് സൈനിക നേതൃത്വമാണ്. പക്ഷേ അതേസമയം തൻ്റെ നിലനിൽപ്പ് കൂടുതൽ അവതളത്തിലാവുന്ന ഒരു സാഹചര്യം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. കാരണം വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ തെല്ലവീവിലും ജെറൂസലമിലും ഹൈഫയിലും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ബന്ദികളുടെ ബന്ധുക്കളാണെങ്കിൽ വലിയ രോഷാകുലരായിക്കൊണ്ട് തന്നെ നെതന്യാഹുവിനെതിരെ അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. കാരണം ഇതുവരെയായിട്ടും ബന്ദികളെ തിരിച്ചെത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയും ഭരണകൂടവും രാജിവെക്കേണ്ടതുണ്ട്. ഹമാസുമായിട്ട് ഒരു കരാറിൽ എത്തുകയല്ലാതെ ഈ ബന്ദികളുടെ മോചനം സാധ്യമല്ല എന്നൊരു നിലപാടിലാണ് ബന്ദികളുടെ ബന്ധുക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഖാൻ യൂനിസിലും അതോടൊപ്പം തന്നെ റഫയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകളോട് വീണ്ടും ഒഴിഞ്ഞു പോകാനുള്ള ഒരു ആവശ്യം ഇന്ന് സൈനിക നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഈ റോക്കറ്റ് ആക്രമണം വന്ന സാഹചര്യത്തിൽ ഈ പ്രതിരോധത്തിന് കൂടുതൽ അതിൻ്റെ വ്യാപ്തി കൂടുന്നതിലുള്ള പരിഭ്രാന്തിയാണ് കൂടുതൽ കനത്ത ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം പ്രേരിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒഴിഞ്ഞുപോക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാൻ സാധിക്കും, നേരത്തെ പല തവണ ഈ സുരക്ഷിത സ്ഥാനം തേടിക്കൊണ്ട് അലയുന്ന ആയിരങ്ങൾ തന്നെ വീണ്ടും പലായനം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ലബനാൻ അതിർത്തിയിലും സംഘർഷം വലിയ തോതിൽ തന്നെ തുടരുകയാണ്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നയതന്ത്ര നീക്കം ഇനിയും വിജയം കണ്ടിട്ടില്ല. കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം ഹിസ്ബുല്ലക്കെതിരെ തുടരുമെന്ന് സൈനിക നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പൂർണ്ണമായി തന്നെ ഗസയിൽ സമാധാനം വരാത്ത ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ തങ്ങളുടെ ആക്രമണത്തിൽ ഒരു നിലയ്ക്കും പുറകോട്ട് പോകുകയില്ല എന്നാണ് ഇന്ന് ഹിസ്ബുല്ല നേതൃത്വവും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സംഘർഷപൂർണ്ണമായിട്ടുള്ള സാഹചര്യം ഗസയിൽ മാത്രമല്ല വടക്കൻ ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിലും തുടരുകയാണ്. അതേസമയം ഇന്ന് അൽഷിഫ ആശുപത്രിയുടെ നേരത്തെ അറസ്റ്റ് ചെയ്ത 3 മാസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്ത ഡയറക്ടർ ഉൾപ്പെടെയുള്ള 50 തടവുകാരെ ഇന്ന് ഇസ്രായേൽ വിട്ടയച്ചിട്ടുണ്ട്. ഇതുപോലും അംഗീകരിക്കാൻ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ സർക്കാരും തയ്യാറായിട്ടില്ല. കാരണം ഇങ്ങനെ വിട്ടയച്ചത് ഒട്ടും ശരിയായിട്ടില്ല. തങ്ങളോട് ആലോചിക്കാതെയാണ് സൈനിക നേതൃത്വം ഈ തീരുമാനം കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കണമെന്നാണ് സൈനിക നേതൃത്വത്തോട് നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നയതന്ത്ര നീക്കങ്ങൾ സജീവമാണെങ്കിലും അതൊന്നും ഫലം കാണാത്ത ഒരു സ്ഥിതിയാണല്ലോ ഉള്ളത്. അപ്പോൾ വെടിനിർത്തൽ കരാർ എത്തുന്നവരെ ആക്രമണം തുടരുമെന്ന് ഹിസ്ബുള്ള അറിയിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഹിസ്ബുള്ളക്കെതിരായുള്ള ആക്രമണങ്ങളൊക്കെ ഇസ്രായേൽ എങ്ങനെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ആ തരത്തിലുള്ള എന്തെങ്കിലും വാർത്തകൾ ഇസ്രായേലിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ?
ഫരിഷ, കാരണം ഈ ഗസയിൽ വ്യാപകമായിട്ടുള്ളൊരു ആക്രമണം തുടരുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരു പുതിയ യുദ്ധമുഖം തുറക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അമേരിക്കൻ നേതാക്കളുമായിട്ടുള്ള ചർച്ച നടത്തി തിരിച്ചു വന്ന ഘട്ടത്തിൽ തങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിരോധം അവിടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും അത് സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിവുള്ളതും ഇസ്രായേലിന് തന്നെയാണ്. കാരണം അത് എത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഗസയിലുള്ള ഈ ഒരു ആക്രമണം തുടരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഒരുപാട് മേഖലകളിലേക്ക് ആ യുദ്ധം നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇറാഖ്, യമൻ, സിറിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള ഇറാൻ അനുകൂല പ്രോക്സികളുടെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ലബനാനെതിരെ യുദ്ധം വരികയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ തങ്ങൾ രംഗത്തിറങ്ങുമെന്ന് ഇറാനും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആപൽക്കരമായിട്ടുള്ള കുറെ കൂടി വിനാശകാരിയായിട്ടുള്ള കൂടുതൽ വ്യാപ്തിയുള്ള ഒരു യുദ്ധത്തിലേക്കായിരിക്കും എടുത്തു ചാടുന്നത്. അതുകൊണ്ട് ആലോചിച്ച് മാത്രമായിരിക്കും ഇസ്രായേൽ ഇക്കാര്യത്തിലൊരു നീക്കം നടത്തുക. അമേരിക്കയും ഇക്കാര്യം തന്നെയാണ് ഇസ്രായേൽ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കാരണം തിരക്കിട്ട നീക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു ആക്രമണം വ്യാപ്തിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മേഖലാ യുദ്ധമായിട്ട് മാറും. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കരുത്. അത് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കും ഒട്ടും ഗുണകരമാവില്ല. അമേരിക്കൻ താല്പര്യങ്ങളെ ഈ മേഖലയിൽ അത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആന്റണി ബ്ലിങ്കൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇസ്രായേൽ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നയതന്ത്ര ചർച്ചകൾ യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ തുടരുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കരാറിന്, അതായത് ഈ അതിർത്തിയിൽ നിന്ന് ചുരുങ്ങിയത് ഒരു 16 കിലോമീറ്ററെങ്കിലും ഹിസ്ബുല്ലയുടെ സാന്നിധ്യം നീട്ടേണ്ടതുണ്ട്. അവർ ആ 16 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ഉപാധിയാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പോകുന്നില്ല. തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം തുടരുമെന്നും കൂടിയാണ് ഇന്ന് വൈകിട്ട് നടത്തിയ പ്രതികരണത്തിൽ ഹിസ്ബുല്ല നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഫരിഷ. ശരി, എന്തായാലും വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും എല്ലാം ഇസ്രായേലും ഹമാസും തമ്മിൽ കനത്ത തെരുവ് യുദ്ധം നടക്കുന്നതിനിടയിൽ കൂടി ഒരു നയതന്ത്ര നീക്കങ്ങളും ചർച്ചകളും ഒക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ വെടിനിർത്തൽ കരാറുമായി സംബന്ധിച്ച് ഒരു ധാരണയിലൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.